ഞാനൊരു പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണ്. എന്റെ പ്രസ്ഥാനം അന്നും ഇന്നും വീണ്ടും ചരിത്രപരമായ ദൗത്യമായി മുസ്ലിം ഐക്യം ഏറ്റെടുത്തൊരു പ്രസ്ഥാനമാണ്. ഈ മുസ്ലിം ഐക്യം ഈ ആദർശവും ഈ മുദ്രാവാക്യമായി മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. അതാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് ഏറ്റവും ആവശ്യം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട, അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. അതുകൊണ്ട് തന്നെ എന്റെ പ്രസ്ഥാനത്തിന്റെ അനുശിഷ്ടനായ അമരക്കാരൻ കേരള മുസ്ലിം ലീഗ് കേരളത്തിനല്ല പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിന്റെ നേതൃത്വത്തിൽ ഞാനും എന്റെ പ്രസ്ഥാനവും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ സർവ്വഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം ഐക്യം നമ്മുടെ ഐക്യമാണ്, മുസ്ലിമിന്റെ യോജിപ്പ് നമ്മുടെ യോജിപ്പാണ്, മുസ്ലിമിന്റെ ഒത്തൊരുമ നമ്മുടെ ഒത്തൊരുമയാണ് എന്ന വികാരത്തോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിനോട് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട AP അബൂബക്കർ ഉസ്താദിനും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും അദ്ദേഹത്തിന്റെ ഓമനപുത്രനും പ്രധാനമായ ഡോക്ടർ ഹക്കീം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട, അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. മുസ്ലിം ഐക്യം നമ്മുടെ ഐക്യമാണ്, മുസ്ലിമിന്റെ യോജിപ്പ് നമ്മുടെ യോജിപ്പാണ്. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. മുസ്ലിം ഐക്യം നമ്മുടെ ഐക്യമാണ്, മുസ്ലിമിന്റെ യോജിപ്പ് നമ്മുടെ യോജിപ്പാണ്. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. മുസ്ലിം ഐക്യം നമ്മുടെ ഐക്യമാണ്, മുസ്ലിമിന്റെ യോജിപ്പ് നമ്മുടെ യോജിപ്പാണ്. ഇനി ഖാസിമിയോടൊന്ന് ചോദിക്കട്ടെ, ദീനിനെയും സുന്നത്ത് ജമാഅത്തിനെയും തകർക്കാൻ വരുന്ന കക്ഷികൾക്കെതിരെ പോരാട്ടം നടത്തുന്ന കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള മറ്റൊരു പണ്ഡിതനെ കേരളത്തിന്റെ മണ്ണിൽ കാണിച്ചു തരുവാൻ താങ്കൾക്ക് സാധിക്കുമോ? വിമർശനങ്ങളുടെ പെരുമഴക്കാലത്തും ഒരു ചാറൽ മഴ പോലും ഏൽക്കാതെ പൂർവീക മഹത്തുക്കളുടെ ഋജുവായ പാതയിലൂടെ അജയ്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഖമറുൽ ഉലമയുടെ വിജയരഥമോ മുന്നോട്ട് ഗമിക്കുന്നത് കാണുമ്പോൾ ഇതാ ഖാസിമി മറ്റൊരു ഇബാദത്തുമായി രംഗത്ത് വരികയാണ്. അവർക്ക് അല്ലാഹുവിന്റെ ദീനും സുന്നത്തമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അത് വേറൊരു കൗമാണ്. തസ്കിയത്താണ് ദീന്. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീനെന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും പ്രധാനമായുണ്ട് രണ്ട് ശുദ്ധിയാണ്. ഒന്ന് ലൈംഗിക ശുദ്ധി, ഒന്ന് സാമ്പത്തിക ശുദ്ധി. അതില്ലാത്ത ഒരു മുസ്ലിമിനെ ലൈംഗികാരോപണം നടത്തുമ്പോൾ അടിസ്ഥാനപരമായി വേണ്ട നിബന്ധനകൾ ഖാസിമി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടതുണ്ടോ? താങ്കൾ അംഗീകരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് ലൈംഗിക അപവാദമുണ്ടായപ്പോൾ താങ്കൾ ഈ നിബന്ധനകളെപ്പറ്റി വാചാലനായത് മറന്നുപോയോ? ഇനിയും ഖാസിമിയുടെ ഇബാദത്തുകൾ കേരള ജനത തിരിച്ചറിയട്ടെ. എനിക്ക് പറയാനുള്ളത് വളച്ചുകെട്ടില്ലാതെ പറയുന്ന ഒരു നയമാണ് എന്റെ. കാരണം പ്രസംഗം എനിക്കൊരു തൊഴിലല്ല, അതൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുക. ഇൽമുള്ള ഏറ്റവും വലിയ ആലിമല്ലേ ഖുർആൻ? പറഞ്ഞ ഏറ്റവും വലിയ ആലിമനെയാണ് ഖുർആൻ. ഫമസലുഹു കമസലി, നിങ്ങൾ പറഞ്ഞേക്ക് മസലുൽ കെൽബ് എന്ന് പറഞ്ഞാൽ കെൽബിന്റെ താഴെയാണ്. കാരണം കെൽബ് മുഹ്തറമാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. മസലുൽ കെൽബ് ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്നാണ്. മസലുൽ കെൽക്ക മസലിൽ കെൽബ്, കെൽബിന്റെ താഴെ എപ്പോഴും മുശബ്ബഹ ബിഹി ആലയായിരിക്കും. മുശബ്ബഹിനേക്കാൾ ആലയാണ് മുശബ്ബഹ് ബിഹി. ഈ പോത്ത് ആനയെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നാളും മേലെ ആനയാണ് എന്നാണ് ഇത്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും നാട്ടിൽ പോത്ത് വലിയതാവുകയും ആന ചെറിയതാവുകയും ചെയ്യുകയാണെങ്കിൽ പറയുക ഈ ആന പോത്തിനെ പോലുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മാന ഇയാൾ നായയേക്കാൾ മോശമാണ് എന്നാണ്. ഇമാം റാസി തങ്ങളുടെ തഫ്സീറാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. മിസ്റ്റർ ഖാസിമി, പണ്ഡിതമാംസം വിഷമയമാണെന്ന് താങ്കൾക്കറിയില്ലേ? കാന്തപുരത്തിനെ നായയോടുപമിച്ചുകൊണ്ട് പറയാനും പറയിപ്പിക്കാനും താങ്കൾക്ക് എന്ത് ആവേശമായിരുന്നു? ഖാസിമി, ഇസ്ലാമിൽ നിന്ന് ഒന്നാമതായി തെറിച്ചു പോകുന്നത് ആരായിരിക്കും? താങ്കൾ തന്നെ പറയുക.
എല്ലാവരും മുർത്തദ്ദാവും, ആ കൂടിയൊരു മുഴുവൻ മുർത്തദ്ദാവും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇപ്പൊ തോന്നുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ മുർത്തത്ത് കുറെ കാലം കഴിഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ എത്രയോ മുർത്തത്ത് പഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതന്നെ ഞാൻ പറഞ്ഞത്, ഇരിട്ടില്ലാതെ ഇന്നൊരു അങ്ങാടിന് കയറാൻ കഴിയില്ല. അത്രയും ആലിമിനെ നിന്ദിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മാന ഇയാൾ നായയേക്കാൾ മോശമാണ് എന്നാണ്. ആലിമിന്റെ കോലം കെട്ടിയാൽ, ആലിമിന്റെ കോലത്തെ തീ കൊടുക്കാൻ കൊണ്ടുപോയാൽ, രാഷ്ട്രീയത്തിലെ ജയത്തിന്റെയോ തോൽവിന്റെയോ എന്തിന്റെ ആലിമിന്റെ കോലം, ആലിമിന്റെ കോലാണെന്ന് മനസ്സിലാക്കണം. ആലിം നിങ്ങൾ പറയപ്പെടുന്ന എന്നാലിനൊരു വ്യക്തി കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടാകാം, അത് വേറെ വിഷയമാണ്. പക്ഷെ ആലിമാ. ഹാസിമി, താങ്കളുടെ ഏത് ഖുർആൻ സ്റ്റഡി സെന്ററിലാണ് ഒരു പണ്ഡിതനെ നായി എന്ന് വിളിക്കാനുള്ള ഖുർആനിക സൂക്തമുള്ളത്? ഇമാം റാസിയുടെ തഫ്സീറോ തെളിവാക്കി ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത ഖുർആൻ പ്രഭാഷകന്റെ സംസ്കാരം കേരള മുസ്ലിമീങ്ങൾ തിരിച്ചറിയുക. ഹാസിമി, താങ്കൾക്ക് ഖമറുൽ ഉലമയോട് മാത്രമല്ല അസൂയ, ഖമറുൽ ഉലമ പടുത്തുയർത്തിയ മർക്കസുകളോടും താങ്കൾക്ക് അസൂയ ഉണ്ടല്ലേ? ഇത് മർക്കസികൾക്ക് തിരിയുകയില്ല എന്നാണ് ഇതിന്റെ പുതിയ അർത്ഥം. അതാണ് ഇതിന്റെ പുതിയ അർത്ഥം. നോക്കി നിങ്ങളിടയിൽ മറ്റേ നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്ന് തോന്നുന്നു, ചിലർ ചിരിക്കാതെ ഇരിക്കുന്നുണ്ട്. തോന്നുന്നു ഞങ്ങളെ കൂട്ടത്തില് നുഴഞ്ഞുകയറ്റക്കാരുണ്ടാവും. ചിലരുണ്ട് ഇങ്ങനെ ചിരിക്കാതെ, എപ്പോഴാണോ ഈ ഫുലാൻ തോന്നുന്നു നിർത്താന്ന് നോക്കി ചിരിക്കും. നിങ്ങളൊക്കെ ഞങ്ങൾ പിടിച്ചിട്ട് ഇങ്ങനെ എറുവത്ത് കൂട്ടിയിട്ട് ഹാറൂത്ത് മാറൂത്തിനെ കിട്ടുന്നത് പോലെ കിട്ടും ഇൻഷാ അല്ലാഹ്. പുരോഗതിയുടെയും പരിവർത്തനത്തിന്റെയും വെള്ളിരേഖകൾ ചരിത്രത്തിൽ വരച്ചു ചേർത്ത് കുതിക്കുന്ന മർക്കസിനെയും മർക്കസിന്റെ സന്തതികളെയും പിടിച്ചുകെട്ടാൻ ഹാസിമി നിങ്ങൾക്ക് സാധ്യമല്ല. മർക്കസ് വൈജ്ഞാനിക മേഖലകളിലെ പടവുകൾ താണ്ടി കുതിച്ചുയരുകയാണ്. ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിക്ക് തുല്യമായൊരു വൈജ്ഞാനിക കേന്ദ്രമായി കാരന്തൂർ മർക്കസ് മുന്നോട്ട് ഗമിക്കുകയാണ്. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയും കാരന്തൂർ മർക്കസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചടങ്ങ് ഹാസിമി താങ്കളൊന്ന് കാണുക. അന്താരാഷ്ട്ര സർവകലാശാലയായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ മുആദല ഇവിടെ ബഹുമാനപ്പെട്ട ദുക്തൂർ ഉമർ അബ്ദുള്ള കാമിൽ, എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം, ആരും എഴുന്നേറ്റ് നിൽക്കരുത്. ഇത് ഒരു ചരിത്ര സംഭവമാണ്. ഇതിന്റെ കൃത്യമായ ചിത്രങ്ങൾ നമുക്ക് എത്തിക്കും. ഈ മർക്കസിന്റെ മണ്ണിൽ നിന്ന് വർഷം തോറും ആയിരക്കണക്കിന് ആലിമീങ്ങൾ ദീനീ സേവന രംഗത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച താങ്കൾ കാണാറില്ലേ? തലയും ചൊറിഞ്ഞ് പണ്ഡിതന്മാരെ ആക്ഷേപിച്ച് നടന്നാൽ എങ്ങനെ ആലിമാകും? എങ്ങനെ ദാഇയാകും? ഒന്നാമതായി ആലിമിന് ദാഇക്ക് വേണ്ടത് ഇൽമാണ്. ഇൽമ് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒന്നാമതായി ആലിമിന് ദാഇക്ക് വേണ്ടത് ഇൽമാണ്. ഇൽമ് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒന്നാമതായി ആലിമിന് ദാഇക്ക് വേണ്ടത് ഇൽമാണ്. ഇൽമ് അത്ര വലിയ കാര്യമൊന്നുമല്ല. രണ്ടാമതായി ദാഇക്ക് വേണ്ടത് നട്ടലാണ്. ഇങ്ങനെ നിൽക്കാൻ കഴിയണം. മണ്ടമച്ചൊറിനോർക്ക് ദായിയാകാൻ പറ്റൂല. അവന് മുണുങ്ങാം. മണ്ടമച്ചൊറിനോർക്ക് ദായിയാകാൻ പറ്റൂല. മണ്ടമച്ചൊറിനോർക്ക് ദായിയാകാൻ പറ്റൂല. മണ്ടമച്ചൊറിനോർക്ക് ദായിയാകാൻ പറ്റൂല. ഹാസിമി, കാന്തപുരത്തിന്റെ ദഅവത്തിനെ നിങ്ങൾ കണ്ടു പഠിക്കുക. ഹാസിമി, ഖമറുൽ ഉലമയുടെ ദീനീ സേവനങ്ങളെ നിങ്ങൾ കണ്ടറിയുക. നിഷ്പക്ഷമതികളെ, കാന്തപുരത്തെ നിങ്ങൾ അടുത്തറിയുക. ഹാസിമിയെ നിങ്ങൾ തിരിച്ചറിയുക. സുനാമികൾ സൃഷ്ടിച്ച് കാന്തപുരത്തെ തകർക്കാനൊരുങ്ങുമ്പോഴൊക്കെ അദ്ദേഹം ഉരുക്കുകോട്ടയേക്കാൾ ഉത്തരോത്തരം ശക്തി പ്രാപിക്കുകയാണ്. കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ച് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ഊതിക്കെടുത്താനൊരുമ്പെടുമ്പോഴൊക്കെയും ആളിക്കത്തുന്ന പ്രതിഭാസമായി അത് പൂർവാധികം തിളങ്ങുകയാണ്. മലയാളക്കരയുടെ സീമകൾ കടന്ന് ഭാരതാംബയുടെ അതിർവരമ്പുകളെ ഭേദിച്ച് ഭൂഖണ്ഡങ്ങളും ഉപഭൂഖണ്ഡങ്ങളും കൈവെള്ളയിലൊതുക്കി ആഗോള മുസ്ലിം സമൂഹത്തിനു മുന്നിൽ
സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിയായി കത്തിജ്വലിച്ചു നിൽക്കുന്ന കാന്തപുരം ഉസ്താദിനെ കല്ലെറിയാൻ കച്ചകെട്ടിയിറങ്ങിയവരെ കുപ്രചരണങ്ങൾ അഖിലത്തെയും തള്ളിമാറ്റി കാന്തപുരം ഉസ്താദ് ഇനിയും കുതിക്കും. അതുകൊണ്ട് മിസ്റ്റർ കാസിമി, കാന്തപുരത്തിന്റെ കുതിപ്പ് കണ്ടോ നിങ്ങൾ കിതച്ചിട്ട് കാര്യമില്ല. അല്ലാഹു കാലത്തിന്റെ കാവലാൽ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കുതിപ്പ് എന്നെന്നും നിലനിർത്തും.